ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും, തുടർന്നങ്ങോട്ടുള്ള ഈ സമരം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും ഇവരുടെ ഒരു രീതി എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ സമരം ആരംഭിക്കണം. 10 മണിയോടെ ആ സമരം ആരംഭിക്കും. അഭിജിത്ത് ദീപ്കെ കാര്യങ്ങൾ വിശദീകരിക്കും അല്പസമയത്തിനകം. ഇപ്പോൾ ശരത് ലാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഡൽഹിയിൽ ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ സമരക്കാരെത്തിയിരിക്കുന്നത്? നേരത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പല സംസ്ഥാനങ്ങളിൽ നിന്നും തന്നെ സമരക്കാർ, ഈ CJP-യുടെ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, സമരക്കാർ കേന്ദ്രീകരിച്ചിരുന്നത് അത് പാർലമെന്റ് സ്ട്രീറ്റിനോടനുബന്ധിച്ചുള്ള ആ ഇടവഴികളിലായിരുന്നു. അതായത് ഡൽഹി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്തിന് തൊട്ട് അടുത്തായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടികൾ കേന്ദ്രീകരിച്ചിരുന്നത്. അതുപോലെ ജന്തർ മന്ദർ, അതുപോലെ കേരള ഹൗസിന്റെ മുമ്പിലുള്ള ജന്തർ മന്ദർ റോഡ്, ഈ വഴികളിലൊക്കെ തന്നെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതേപോലെ SFI, ഐസ, അതേപോലെ തന്നെ പ്രമുഖരായ CPI-യുടെ ASF അവരൊക്കെ കൊടികളേന്തിക്കൊണ്ട് തന്നെയാണ് ഈ ജന്തർ മന്ദറിൽ എത്തുന്നത്. ഏതായാലും സമാധാനപരമായി മാർച്ച് നടത്തണം, അല്ലെ പ്രതിഷേധം നടത്തണം എന്നുള്ള ആഹ്വാനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിയ നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ യുവജനങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പോലീസിനെ സംബന്ധിച്ച് പോലീസ് എല്ലാവിധ മുൻകരുതലെടുത്തിട്ടുണ്ട്. പാർലമെന്റ് സ്ട്രീറ്റിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യ ഗേറ്റിലും വളരെ ശക്തമായ രീതിയിൽ തന്നെ പോലീസ് സന്നാഹമുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ 4 എൻട്രി പോയിന്റുകളും പോലീസ് സന്നാഹമുണ്ട്. അതേപോലെ തന്നെ നഗരത്തിലെ റൗണ്ട്, അതായത് ഇന്ത്യ ഗേറ്റ് ചുറ്റിയുള്ള ഒരു റോഡുണ്ട്. അത് അച്ഛനറിയാം, അത് ഒരു ഭരണസിരാ കേന്ദ്രത്തെ മൊത്തത്തിലുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായുള്ള റോഡാണ്. ആ റോഡുകൾ പൂർണ്ണമായ രീതിയിൽ തന്നെ സേവാതീർത്ത്, അതുപോലെ നമ്മളെ കർത്തവ്യപഥ, ഇതൊക്കെ തന്നെ പോലീസ് വലയത്തിലാണ്. എന്നാൽ പോലീസ് ഏതൊരുവിധ സംഭവം ഉണ്ടായാലും അതിന് പ്രതികരിക്കാൻ തക്ക രീതിയിൽ തന്നെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉള്ള 114 അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു പൂർണ്ണരൂപത്തിന്. അതുകൊണ്ട് ജന്തർ മന്ദറിലെ പ്രത്യേക സ്ഥലം ഇതിനുവേണ്ടി പോലീസ് ഇയർമാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. ജന്തർ മന്ദർ ഇവിടെയാണ് പാറ്റ അല്ലെങ്കിൽ അവരുടെ എന്തായിരിക്കും പരിപാടികൾ എന്ന് പ്രഖ്യാപിക്കുക. ഇപ്പോൾ തന്നെ ജന്തർ മന്ദറിലേക്ക് യുവാക്കൾ നീങ്ങി തുടങ്ങുന്നുണ്ട് പാർലമെന്റ് സ്ട്രീറ്റിൽ എന്നതാണ് അച്ഛൻ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന വിവരം. റൈറ്റ്, യുവാക്കൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുമൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ശരത് ലാൽ നൽകുന്ന വിവരം. എന്തായാലും ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും ഒന്നും ഇങ്ങനെ ഒരു പരിപാടി തന്നെ അവിടെ നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായാലും സജീവമായി അവിടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ സ്ഥിതി. NDTV ഒഴികെ മറ്റ് ഇംഗ്ലീഷ് ചാനലുകളിലൊന്നും ഇപ്പോൾ തൽക്കാലം ഈ വാർത്ത നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം ജന്തർ മന്ദറിൽ ഈ സമരവേദിയിലേക്ക് എത്തും. രാകേഷിലേക്ക് ഒരിക്കൽ കൂടി. രാകേഷ്, ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവർ പക്ഷേ ഉന്നയിച്ചിരിക്കുന്നത്. അവിടുത്തെ ആളുകളുടെ പങ്കാളിത്തം എത്ര തന്നെ ആയാലും കൂടുതൽ ആളുകളിലേക്ക് ഇവരുടെ സന്ദേശം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ പ്രചാരണ രീതി തന്നെ വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു പ്രചാരണ രീതിയും ആശയപ്രചാരണ രീതിയും ഒക്കെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ടിലെ ആളെ മാത്രം കണക്കാക്കി ഇത്തരത്തിലൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഇപ്പോൾ അവരുടെ ബൈറ്റ് കൂടി വരുന്നുണ്ട്, എന്താന്ന് കൂടി കേൾക്കാം. ऑर्गेनाइज हम लोग हो चुके हैं एंड एजिटेट हम लोग ऑलरेडी कर रहे हैं. वहाँ पे देखिए कितने सारे लोग पोस्टर्स लाए, बैनर्स लाए. ये कितने कब तक ये प्रदर्शन रहेगा भाई? जब तक वो रिजाइन नहीं करते. जो कोऑपरेशन हम लोगों ने पुलिस को बोला है, हम लोग वो कोऑपरेशन करेंगे. नहीं, आज खत्म हो जाएगा या नहीं? देखिए, ये इस्तीफा नहीं होता. सरकार कहती है कि उनके सरकार में मंत्रियों का इस्तीफा नहीं होता. इस बार होगा. यही कल्चर को हमें चेंज करना है. क्यों इस्तीफा नहीं होगा? अगर कोई इनकॉम्पिटेंट नेता बैठा हुआ है तो वो निकलेगा नहीं क्या कैबिनेट से? निकालना चाहिए या नहीं निकालना चाहिए? तो ये जो कल्चर है नॉन आंसरेबिलिटी का, ओपेसिटी का, ट्रांसपेरेंसी बिल्कुल नहीं है. कोई जवाबदेही नहीं. यही कल्चर के खिलाफ युवा बाहर रोड पे निकला है. अभी पुलिस कोऑपरेट करता है आपका? पुलिस ने पूरा अश्योर किया है कि हमारे साथ भी कोऑपरेट करेंगे एंड जो एंटी सोशल एलिमेंट्स है उनको भी वो मॉनिटर कर रहे हैं. उनके खिलाफ भी एक्शन होगा अगर वो कुछ भी केओस पैदा करते हैं यहाँ पे. What? Who, me? No, I have no such plans as of now. No, not at all. This is a youth-led movement. This is a political youth movement and we are here just for that. Today, the agenda is that Dharmendra Pradhan has to go and that is our only demand. लोग जुड़े हैं
ജന്തർ മന്ദറിലേക്ക് ചെറുപ്പക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരവിടെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ അവിടെ എത്തിച്ചേർന്നത് ഇനി അഭിജിത്ത് ദീപ്കെ കൂടിയാണ് എത്താനുള്ളത്. സ്വാഭാവികമായും ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു സംഘാടനത്തിൻ്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്ന് വേണം ഈ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്, പക്ഷേ അവർ കേന്ദ്രീകരിച്ച് ഒരിടത്ത് സമരം ചെയ്യുന്ന തരത്തിലേക്കല്ല ഇതുവരെ കാര്യങ്ങൾ ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാകേഷ്, ഈ തുടക്കത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ അവരുടെ ഒരു ആശയപ്രചാരണ രീതി ഇതായതുകൊണ്ട് ഇതിനെ അങ്ങനെ ചുരുക്കി കാണേണ്ടതില്ല അല്ലേ? അതെ ഹർഷൻ, അവരിപ്പോൾ വിശദീകരിക്കുന്നത് അവിടെ കൂടുതൽ പ്രവർത്തകരും ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ തന്നെ നിരവധി ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന പ്രതികരണമാണ് അവർ നടത്തിയത്. മാത്രമല്ല, അവരും അഭിജിത്ത് ദീപ്കെ നേരത്തെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ ഞങ്ങളുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ എന്താണ് അഭിപ്രായം എന്നൊക്കെ തന്നെ അവർ ചോദിക്കുന്നതും കണ്ടു. കാരണം നിലവിൽ വിദ്യാഭ്യാസ മേഖല വലിയ തകർച്ച, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന് അവർ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, നിലവിലെ സമരത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളും സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ, അത്തരം എന്തെങ്കിലും തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഇടപെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ അവർ വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും അപ്പോൾ നിലവിൽ സമരത്തിന് പ്രശ്നങ്ങളില്ല. ഈ ഘട്ടത്തിൽ ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. പോലീസ് അനുമതി നൽകി. അതിന് പിന്നാലെ ഇപ്പോൾ ഈ CJPയുടെ വക്താക്കൾ തന്നെ ഇക്കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതിന് തൊട്ടടുത്താണ് ജന്തർ മന്ദർ ഉള്ളത്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഏതായാലും പ്രവർത്തകരോട് ഒത്തുകൂടാൻ ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇവർ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 100-200 പേർ ഇപ്പോൾ അവിടെ തന്നെ സംഘടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തകർ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംഘടനകൾ ഇതിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും JNUവിൽ നിന്നൊക്കെ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ വന്നേക്കാം, അല്ലെങ്കിൽ മറ്റ് സർവകലാശാലയിൽ നിന്നൊക്കെ തന്നെ വിദ്യാർത്ഥികൾ വന്നേക്കാം. കാരണം SFIയും ISAയും ASF ഒക്കെ തന്നെ ഈ സമരത്തിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്, കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ആവശ്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ ഈ സമരം അവസാനിക്കുമെന്നൊരു ചോദ്യം അതിനിടയിൽ ഉണ്ടായി. പക്ഷേ അതിനൊരു കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് ഈ സമരം അവസാനിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നില്ല. അതിന് മുമ്പ് തന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് ഇപ്പോൾ വൈകിട്ട് ഈ സമരം ജന്തർ മന്ദറിൽ അവസാനിച്ചാൽ പോലും അത് ഒരു അവസാനമായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ തുടക്കം മാത്രമായേ കാണാൻ സാധിക്കൂ. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യം അവർ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അത് മാറുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഈ സമരം ഏറ്റെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. കാരണം പല വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയൊരു സമരത്തിലേക്ക് ഡൽഹി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹർഷൻ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം 10 മണിക്ക് ആരംഭിക്കും ജന്തർ മന്ദറിൽ. ഇപ്പോൾ തന്നെ അവിടെ പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം വിളികളോടെയൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. 2000 പോലീസുകാർ ജന്തർ മന്ദർ പരിസരത്ത് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ലാൽ കൂടി ചേരുന്നു വീണ്ടും ഒരിക്കൽ കൂടി. ശരത്ലാൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആരുടെയൊക്കെ പങ്കാളിത്തമാണ് ഈ ഘട്ടത്തിൽ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? മാത്രമല്ല, ഇതിപ്പോൾ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകൾ, ആനി രാജയെ പോലെയുള്ള ആളുകളൊക്കെ, പ്രകാശ് രാജിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണല്ലോ. അവരുടെ പങ്കാളിത്തം ഏതെങ്കിലും തരത്തിൽ ഉറപ്പാക്കാൻ ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഇവർ സംബന്ധിച്ച പ്രശാന്ത് ഭൂഷൺ, അതേപോലെ തന്നെ ആനി രാജ, ഇവർ 3 പേരും പങ്കെടുക്കും എന്ന കാര്യത്തിൽ കോക്രോച്ച് പാർട്ടിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അവർ അല്പസമയം കൊണ്ട് 10 മണിയോടുകൂടി ജന്തർ മന്ദറിൽ എത്തുമെന്നാണ് പാർട്ടി വക്താക്കൾ, കോക്രോച്ച് സംഘാടകർ പറയുന്നത്. ഏതായാലും വൻ ഒരു ഐസ, അതേപോലെ തന്നെ JNUവിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ CPIMന്റെ ഐസ, അതേപോലെ തന്നെ ASF, അതേപോലെ SFI, അതുപോലെ തന്നെ വിവിധ ചെറിയ ചെറിയ സംഘടനകളൊക്കെ തന്നെ ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്. ആം ആദ്മി പാർട്ടി ഈ വിദ്യാർത്ഥി സംഘടന ഇതിൽ നിന്നും പിന്നെ മാറി നിൽക്കുന്നു എന്നാണ്, പരസ്യ പിന്തുണ നൽകാൻ തയ്യാറായിട്ടില്ല. ആം ആദ്മിയിലെ പ്രശാന്ത് ഭൂഷൺ വിഭാഗം പൂർണ്ണ രൂപത്തിൽ ഈ പാറ്റ സമരവുമായി സഹകരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ കാണാൻ കഴിയുന്നത്. ജന്തർ മന്ദിറിൽ ഇപ്പോൾ 300ഓളം പേർ എത്തിക്കഴിഞ്ഞു. മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് പ്രവർത്തകർ എത്തുന്നുണ്ട്. കാരണം പ്രവർത്തകർക്ക് ഇപ്പോഴാണ് പോലീസ് സംബന്ധിച്ചിടത്തോളം പോലീസ് അനുമതി ലഭിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. അത് മാധ്യമങ്ങളിൽ നേരത്തെ ഹസൻ സൂചിപ്പിച്ചാൽ ദേശീയ മാധ്യമങ്ങൾ പൂർണ്ണ രൂപത്തിൽ തന്നെ ഇത് നിരാകരിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി, ഇംഗ്ലീഷ്, ആംഗ്ലേയ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നൽകുന്നില്ല. സൗത്ത് ഇന്ത്യൻ മാധ്യമങ്ങളാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ അല്പം കാര്യമായിട്ട് തന്നെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ രൂപത്തിൽ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പിന്നെ CJP പറയുന്നത് തങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉള്ള നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകുന്നു. അതേപോലെ തന്നെ സമരം 12:30 വരെയുള്ള സമയം ഡൽഹി പോലീസ് അനുവദിച്ചിരിക്കുന്നത്. 12:30 മണിയാണ് ജന്തർ മന്ദിറിൽ. അത് അരമണിക്കൂറുകൂടി മാക്സിമം നീട്ടാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള നിർദ്ദേശം CJPക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രശാന്ത് ഭൂഷണും അതുപോലെ ആനി രാജ അതുപോലെ തന്നെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ 10 മണിയോടെ ജന്തർ മന്ദിറിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സമരം ഒരു പ്രത്യേക രീതിയുണ്ട് എന്ന് ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ പോലും ഈ ജനങ്ങളുടെ വിവിധ മേഖലയിൽ നിന്ന് യുവാക്കൾ തന്നെയാണ് 100%. അതായത് യാതൊരുവിധ സംഘടനാ കെട്ടുറപ്പുമില്ലാതെ യുവാക്കൾ ജന്തർ മന്ദിറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രത്യേകത. ഹർഷൻ.